എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ലിങ്കിങ് വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം പല സെൻറ്റൻസസും കണക്ട് ചെയ്ത് പറയേണ്ടതായിട്ട് വരും. സോ ആ സമയത്ത് ഇത്തരത്തിലുള്ള ലിങ്കിങ് വേർഡ്സ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. സോ അങ്ങനത്തെ കുറച്ച് ലിങ്കിങ് വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ലിങ്കിങ് വേർഡാണ് ഹാവിങ് സെഡ് ദാറ്റ്. അതിൻ്റെ മീനിങ് ഇതൊക്കെയാണെങ്കിലും എന്ന് നമ്മൾ പറയത്തില്ലേ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീതമായിട്ടുള്ള രണ്ട് സെൻറ്റൻസസ് കണക്ട് ചെയ്യുമ്പോഴാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ, അവൻ മിക്ക കാര്യങ്ങളും മറക്കുന്നു, ഇതൊക്കെ ആണെങ്കിലും അവൻ എൻ്റെ ജന്മദിനം എപ്പോഴും ഓർക്കാറുണ്ട്. ഇതെങ്ങനെ പറയും? അവൻ മിക്ക കാര്യങ്ങളും മറക്കുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? മറക്കുക എന്ന് പറയാൻ ഫർഗെറ്റ്. അപ്പോൾ ഹി ഫർഗെറ്റ്സ് മോസ്റ്റ് തിങ്സ്. മോസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ മിക്ക കാര്യങ്ങളും എന്നുള്ള മീനിങ് ആണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിലും അവൻ എൻ്റെ ജന്മദിനം എപ്പോഴും ഓർക്കാറുണ്ട്. ഹി ഓൾവേസ് റിമെമ്പേഴ്സ് മൈ ബർത്ത്ഡേ. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണ്. സോ ഹി ഓൾവേസ് റിമെമ്പേഴ്സ് മൈ ബർത്ത്ഡേ. ഹി ഫർഗെറ്റ്സ് മോസ്റ്റ് തിങ്സ് ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഹി ഓൾവേസ് റിമെമ്പേഴ്സ് മൈ ബർത്ത്ഡേ. അതായത് അവൻ മിക്ക കാര്യങ്ങളും മറക്കുന്നു, പക്ഷേ ഇതൊക്കെയാണെങ്കിലും അവൻ എൻ്റെ ബർത്ത്ഡേ ജന്മദിനം എപ്പോഴും ഓർക്കാറുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് രണ്ടാമത് പറഞ്ഞത്. സോ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൻറ്റൻസിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിൽ എന്നുള്ള വാക്കും യൂസ് ചെയ്യാം. എന്നിരുന്നാലും എന്നാണ് മീനിങ്. അതായത് ഞാൻ 25 വർഷമായിട്ട് അവനെ കണ്ടിട്ടില്ല, എന്നിരുന്നാലും ഞാൻ അവനെ കണ്ടപ്പോൾ തന്നെ അവനെ തിരിച്ചറിഞ്ഞു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാഡൻറ്റ് സീൻ ഹിം ഫോർ 25 years. സ്റ്റിൽ ഐ റെക്കഗ്നൈസ്ഡ് ഹിം ഇമ്മീഡിയറ്റ്ലി വെൻ ഐ സോ ഹിം. ഐ ഹാഡൻറ്റ് സീൻ ഹിം ഫോർ 25 years. സ്റ്റിൽ ഐ റെക്കഗ്നൈസ്ഡ് ഹിം ഇമ്മീഡിയറ്റ്ലി വെൻ ഐ സോ ഹിം. ഐ ഹാഡൻറ്റ് സീൻ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള മീനിങ് ആണ്. ഫോർ 25 years എന്ന് പറഞ്ഞാൽ 25 വർഷമായിട്ട്. ഐ ഹാഡൻറ്റ് സീൻ ഹിം ഫോർ 25 years. സ്റ്റിൽ എന്നിരുന്നാലും ഐ റെക്കഗ്നൈസ്ഡ് ഹിം. റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു എന്നുള്ള മീനിങ് ആണ്. സോ ഐ റെക്കഗ്നൈസ്ഡ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തിരിച്ചറിഞ്ഞു എന്നാണ്. ഇമ്മീഡിയറ്റ്ലി വെൻ ഐ സോ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടപ്പോൾ തന്നെ എന്നുള്ള മീനിങ് ആണ്. I hadn't seen him for 25 years. Still, I recognized him immediately when I saw him. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്കിങ് വേർഡാണ് എനിവേ. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, എന്തായാലും എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്ക് പറയത്തില്ലേ. സോ അതിനാണ് എനിവേ യൂസ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, നമുക്ക് ടോപ്പിക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, എന്തായാലും വീക്കെൻഡിൽ നിൻ്റെ പ്ലാൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എനിവേ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്. എനിവേ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്. എനിവേ എന്ന് പറഞ്ഞാൽ എന്തായാലും എന്നുള്ള മീനിങ് ആണ്. നമ്മൾ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതേ ഉള്ളൂ. വീക്കെൻഡിൽ നിൻ്റെ പ്ലാൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാനാണ് വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത്, നമ്മൾ എന്തിനെക്കുറിച്ചാലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്ന് പറഞ്ഞ് പറയത്തില്ലേ, അതിന് യൂസ് ചെയ്യാവുന്ന ലിങ്കിങ് വേർഡാണ് സ്പീക്കിംഗ് ഓഫ്. സ്പീക്കിംഗ് ഓഫ് കഴിഞ്ഞിട്ട് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് പറയുക. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ പറയത്തില്ലേ, പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചോ? അതെങ്ങനെ ചോദിക്കും? Speaking of money, have we paid the electricity bill for this month? Speaking of money, have we paid the electricity bill for this month? രൂപയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്ന് പറയാനാണ് സ്പീക്കിംഗ് ഓഫ് മണി എന്ന് പറഞ്ഞത്. നമ്മൾ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഹാവ് വി പെയ്ഡ് ദി ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ദിസ് മന്ത് എന്ന് പറഞ്ഞത്. ഫോർ ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ എന്നുള്ള മീനിങ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ദാറ്റ് റിമൈൻഡ്സ് മീ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഓർമ്മ വന്നു. സോ ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ചോദിക്കുവാണ് ഇന്ന് ലഞ്ചിന് എന്താണ്, ഇന്ന് ലഞ്ചിന് എന്താണ് എന്ന് ചോദിക്കാം വാട്ട്സ് ഫോർ ലഞ്ച് എന്ന് ചോദിക്കാം. വാട്ട്സ് ഫോർ ലഞ്ച്. ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്, ചിക്കൻ ഫ്രീസറിൽ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം അമ്മ പറയത്തില്ലേ, ഇപ്പം പറഞ്ഞപ്പോഴാണ് ഓർത്തത്
എനിക്ക് ഫ്രീസറിൽ നിന്ന് ചിക്കൻ വെളിയിലെടുത്ത് വെക്കണം. സോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഓർമ്മ വരുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമല്ലോ എന്ന് ഓർമ്മ വരുവാണെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ലിങ്കിങ് വേർഡാണ് ദാറ്റ് റിമൈൻഡ്സ് മീ. സോ ഇവിടെ ഉച്ചയ്ക്ക് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ എങ്ങനെ പറയാം? ദാറ്റ് റിമൈൻഡ്സ് മീ ഐ മസ്റ്റ് ടേക്ക് ദ ചിക്കൻ ഔട്ട് ഓഫ് ദ ഫ്രീസർ. അതായത് ദാറ്റ് റിമൈൻഡ്സ് മീ എന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കിങ് വേർഡാണ് ദാറ്റ് റിമൈൻഡ്സ് മീ. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയേണ്ടപ്പോൾ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക എന്നാണ്. സോ ദാറ്റ് റിമൈൻഡ്സ് മീ യൂസ് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ഓർമ്മ വരുമ്പോഴാണ്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അത് കൂടാതെ ഇതും എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം, അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യാവുന്ന ലിങ്കിങ് വേർഡ്സ് ആണ് ഓൾസോ. ഓൾസോ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ പറയണം, അവൾ മനോഹരമായി പാടുകയും, അതായത് കൂടാതെ അവൾ പിയാനോ വായിക്കുകയും ചെയ്യുന്നു. സോ അതെങ്ങനെ പറയും? ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ഓൾസോ പ്ലേസ് ദ പിയാനോ. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞാൽ അവൾ മനോഹരമായി പാടുന്നു അല്ലെങ്കിൽ പാടാറുണ്ട് എന്നാണ്. ആൻഡ് ഓൾസോ പ്ലേസ് ദ പിയാനോ. ഓൾസോ എന്ന് പറഞ്ഞാൽ കൂടാതെ, പ്ലേസ് ദ പിയാനോ എന്ന് പറഞ്ഞാൽ പിയാനോ വായിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇതേപോലെ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന രണ്ട് ലിങ്കിങ് വേർഡ്സ് ആണ് അസ്വെല്ലും അസ്വെല്ലാസും. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്ക് ഒരു കപ്പ് കാപ്പി വേണം, അത് കൂടാതെ ഒരു ഗ്ലാസ് വെള്ളവും വേണം എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്കൊരു കപ്പ് കാപ്പി വേണം എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. ഇനി അത് കൂടാതെ ഒരു ഗ്ലാസ് വെള്ളവും വേണം എന്ന് പറയണം. ആൻഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആസ് വെൽ എന്ന് പറഞ്ഞാൽ അത് കൂടാതെ ഒരു ഗ്ലാസ് വെള്ളവും വേണം എന്നാണ്. ആസ് വെൽ യൂസ് ചെയ്യുമ്പം അത് എപ്പോഴും സെൻറ്റൻസിൻ്റെ അവസാനം വേണം പറയാൻ. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി ആൻഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആസ് വെൽ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, അവർ ഫർണിച്ചറുകളും വിൽക്കുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫർണിച്ചറുകളും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ഡു ദേ സെൽ ഫർണിച്ചർ ആസ് വെൽ. ഡു ദേ സെൽ ഫർണിച്ചർ ആസ് വെൽ എന്ന് പറഞ്ഞാൽ അവർ ഫർണിച്ചറുകളും വിൽക്കുന്നുണ്ടോ എന്നാണ് മീനിങ്. സോ എപ്പോഴും ഓർക്കുക, ആസ് വെൽ സെൻറ്റൻസിൻ്റെ ഏറ്റവും അവസാനം വേണം യൂസ് ചെയ്യാൻ. ഇനി ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ ആസ് വെൽ ആസും യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സോ എനിക്ക് ബാങ്കിലും സ്കൂളിലും പോകേണ്ടതുണ്ട്. അതായത് എനിക്ക് ബാങ്കിൽ മാത്രമല്ല സ്കൂളിലും പോകേണ്ടതുണ്ട് എന്നാണ് മീനിങ്. അതെങ്ങനെ പറയും? ഐ ഹാവ് ടു ഗോ ടു ദ ബാങ്ക് ആസ് വെൽ ആസ് ദ സ്കൂൾ. ഐ ഹാവ് ടു ഗോ ടു ദ ബാങ്ക് ആസ് വെൽ ആസ് ദ സ്കൂൾ. ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകേണ്ടതുണ്ട് എന്നാണ്. ടു ദ സ്കൂൾ ആസ് വെൽ ആസ് ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിലും ബാങ്കിലും എന്നുള്ള മീനിങ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ്